വിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട്. വിപിൻ, ഇന്ന് പി വി അൻവർ പറയുന്നത് LDF 3-ാം സ്ഥാനത്താകുമെന്നാണല്ലോ. അങ്ങനെയെങ്കിൽ 1-ാം സ്ഥാനത്ത് ആര് വരുമെന്നാണ് അൻവർ പറയുന്നത്? അൻവറിന്റെ രാഷ്ട്രീയം എന്താണ് വിപിൻ? ഉന്മേഷ്, ഈ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ ഒരാൾ ഇപ്പോൾ ഈ വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയും അതിൽ തന്നെ ചുറ്റിത്തിരിയുകയാണ് ഇവിടുത്തെ ഉപതെരഞ്ഞെടുപ്പിലെ മറ്റ് LDF-ന്റെയും UDF-ന്റെയും കാര്യങ്ങൾ എന്നുള്ളത് ഒരു രാഷ്ട്രീയ കൗതുകം തന്നെയാണ്. പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ എത്ര എന്നുള്ളതാണ് ഇപ്പോഴും പ്രധാനപ്പെട്ട ചർച്ചയുള്ളത്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ക്യാമ്പ് പറയുന്നത്, പി വി അൻവറിനൊപ്പമുള്ളവർ പറയുന്നത് 20 മുതൽ 25,000 വോട്ടുകൾ വരെ പിടിക്കുമെന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന്, ഒപ്പം തന്നെ മൂത്തേടം, ചുങ്കത്തറ ഇവിടങ്ങളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വോട്ടുണ്ടാവും. അത് താഴെത്തട്ടിൽ നിന്നും മാത്രമല്ല മേലെത്തട്ടിൽ നിന്നും വോട്ട് തങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വഴിക്കടവിലെ ആദ്യത്തെ ഒരു വോട്ടെണ്ണി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ പ്രാവശ്യം പി വി അൻവർ 35 വോട്ടുകൾക്കാണ് LDF-നൊപ്പം നിന്നപ്പോൾ അവിടെ ലീഡുണ്ടാക്കിയത്. LDF-ന് അന്ന് 35 വോട്ടുകളായിരുന്നു വഴിക്കടവിൽ ലീഡുണ്ടായത്. അതൊരു UDF-ന് ശക്തി കേന്ദ്രമായിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എണ്ണി കഴിയുമ്പോൾ എത്ര വോട്ടുകൾ UDF-ന് കിട്ടി, എത്ര വോട്ടുകൾ പി വി അൻവർ പിടിച്ചു, എത്ര വോട്ടുകൾ LDF, ഇത് വെച്ച് തന്നെ ഒരു ട്രെൻഡ് എങ്ങോട്ടേക്കാണ് അത് പോകുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. പി വി അൻവർ ഇന്നലെ പറഞ്ഞത് താൻ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ആര്യടൻ ഷൗക്കത്ത് ജയിക്കട്ടെ എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ 24-മായി അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത് ഒരു സോഫ്റ്റ് കോർണർ കൊണ്ട് പറയുന്നതല്ല എന്ന് പറയുന്നത് മാത്രമല്ല, AP അനിൽകുമാറിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനവും നടത്തുന്നു. അദ്ദേഹം വീണ്ടും UDF-നൊപ്പം ചേർന്ന് പോകാനുള്ള ഒരു വാതിൽ അടഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സൂചനയായിരുന്നു ഇന്നലത്തെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. കാരണം ഷൗക്കത്തിനൊരു പിന്തുണ കൊടുക്കുന്ന പോലെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നേതാക്കന്മാർക്കെതിരെ വ്യക്തിപരമായി തന്നെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ ഒരു ഫലം വളരെ നിർണായകമായിരിക്കും പി വി അൻവറിനെ സംബന്ധിച്ചും. ഒരു 6-7% അതായത് ഒരു 8,000 to 9,000 വോട്ടുകൾ വരെ പിടിക്കുമെന്നുള്ളതാണ് LDF-ന്റെയും UDF-ന്റെയും കണക്ക്. പക്ഷേ അത്ര വോട്ടുകൾ പിടിച്ചാൽ അത് ഏത് പഞ്ചായത്തിൽ നിന്ന് എങ്ങനെയൊക്കെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരാനുണ്ട്. ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളെ സംബന്ധിച്ച് അവർ ഒരു കണക്ക് പറയുന്നതിനപ്പുറം പി വി അൻവർ പല സാമുദായിക നേതാക്കളെയും കണ്ടിട്ടുണ്ട്. ആ വോട്ടുകളൊക്കെ വരുമോ, അതൊക്കെ എത്രത്തോളം ലഭിക്കുമെന്നതിനെ സംബന്ധിച്ച് അവർക്ക് പോലും വ്യക്തതയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത.